ഇവൻ വന്ന് മുളക് പൊടി സെയ്തലവിയുടെ കണ്ണിൽ വെതറി. അങ്ങനെ സെയ്തലവി കണ്ണ് കാണാതെ ഒരു വിധം കാണുന്ന രൂപത്തിൽ മണ്ടിക്കയറി. ഇവന് കാര്യങ്ങൾ മനസ്സിലായി, വെട്ടാനാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലായിട്ട് ഇവൻ കടയൊക്കെ പാഞ്ഞു കയറി. അങ്ങനെ കടയിൽ വെച്ചിട്ട് ഇവനെ വെട്ടാനുള്ള ശ്രമം നടത്തി. പക്ഷേ അവിടെ ഇവിടെയായിട്ട് 1-2 വെട്ടുകൾ തട്ടി എന്നല്ലാതെ കാര്യമായിട്ടുള്ള വെട്ടുകൾ തട്ടാൻ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയ ഇവനെ പിടിച്ച് മാറ്റി. കാര്യങ്ങൾ പുറത്തും കൈക്ക് വെട്ടേറ്റു. പുറത്ത് ഇവിടുന്ന് ഓടുന്ന സമയത്ത് വെട്ടേറ്റു. കൈക്ക് അവിടെ തടുത്തപ്പം വെട്ടേറ്റു. ഇന്നലെ രാത്രി ഒരു 7:30 മണി 8 മണി ടൈമിനാണ് സംഭവിച്ചത്. ഞങ്ങളിവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം സെയ്തലവി പറയുന്ന ആൾ നിങ്ങൾ കാണിച്ച സ്ഥലത്ത് അവിടെ നിൽക്കുകയായിരുന്നു, സംസാരിച്ചും കൊണ്ട് നിൽക്കുകയാണ്. ഫോണിൽ സംസാരിച്ചും കൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നിസാം പറഞ്ഞ വ്യക്തി വന്നിട്ട് സ്വാഭാവിക അയൽവാസികളാണ് ഇവർ, എടുത്തുള്ള വീട്ടുകാരാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനാന്ന് നേരിട്ട് ഇവന് നിൽക്കുന്ന സമയത്ത് ഇവൻ വന്ന് മുളക് പൊടി സെയ്തലവിയുടെ കണ്ണിൽ വെതറി. അങ്ങനെ സെയ്തലവി കണ്ണ് കാണാതെ ഒരു വിധം കാണുന്ന രൂപത്തിൽ മണ്ടിക്കയറി. ഇവന് കാര്യങ്ങൾ മനസ്സിലായി, വെട്ടാനാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലായിട്ട് ഇവൻ കടയൊക്കെ പാഞ്ഞു കയറി. അങ്ങനെ കടയിൽ വെച്ചിട്ട് ഇവനെ വെട്ടാനുള്ള ശ്രമം നടത്തി. പക്ഷേ അവിടെ ഇവിടെയായിട്ട് 1-2 വെട്ടുകൾ തട്ടി എന്നല്ലാതെ കാര്യമായിട്ടുള്ള വെട്ടുകൾ തട്ടാൻ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയ ഇവനെ പിടിച്ച് മാറ്റി. കാര്യങ്ങൾ പുറത്തും കൈക്ക് വെട്ടേറ്റു. പുറത്ത് ഇവിടുന്ന് ഓടുന്ന സമയത്ത് വെട്ടേറ്റു. കൈക്ക് അവിടെ തടുത്തപ്പം വെട്ടേറ്റു. ഇല്ല, സെയ്തലവിക്ക് കാര്യമായിട്ടുള്ള പരിക്കാരനാൽ വെട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ഹോസ്പിറ്റലിലാവുകൊണ്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ വെട്ട് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ അറിയാം. ഞങ്ങൾ ആ സ്പോട്ടിൽ ഇവനെ വണ്ടി കയറ്റി വിട്ട് ഹോസ്പിറ്റലിലേക്ക്. പിന്നെ ഈ നിങ്ങളെല്ലാവരും കൂടിയും ഇയാളെ പിടിച്ച് നിസാമുദ്ദീനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരും. അതെന്താ സംഭവിച്ചത്? ഞങ്ങൾ ഇവനെ കടയിൽ നിന്ന് ഇറങ്ങണില്ല. അപ്പോൾ ഞങ്ങൾ ഇവനോട് പറഞ്ഞു കടയിൽ നിന്ന് ഇറങ്ങി. ഒരു വ്യക്തി അവൻ്റെ അരിക്ക് നിൽക്കുന്ന ഒരു കടയാണ്. അതായത് കട വേറൊരാളതാണ്, അവൻ്റെ ഒരു മാർഗ്ഗമാണ്. അപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ട് റോട്ടും വന്നിട്ട് എന്താണ് ഈ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇവിടെ കൊടുന്നു ആക്കിയപ്പോക്കിന് അതായത് സെയ്തലവി ഇവരൊക്കെ എല്ലാവരും പാടെ റോട്ടുമ്മൊക്കെ ഇറങ്ങി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റലും എന്നുള്ളവരും ഉണ്ടായി. ആ സ്പോട്ടിൽ ഇവനെ അതായത് ആരും തല്ലണം നേരിട്ടോ അല്ലെങ്കിൽ കൊല്ലണം നേരിട്ടോ അങ്ങനെ ഒന്നും ഇവനെ ആരും അന്നും ചെയ്തവുമില്ല, ആരും ചെയ്തിട്ടില്ല. കാരണം ഇവിടുന്നാണെങ്കിൽ അങ്ങനെ ചെയ്തായിരുന്നു, പക്ഷെ ആരും അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഇവനെ ചെയ്തത്. ഇവിടുന്ന് ഇവനെ മാറ്റുകയാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അറിയും. ഇവനെ മാറ്റി സ്വമേധ വീഴുക പറഞ്ഞാൽ തള്ളി വീഴ്ചയാണോ അതോ ഇനി വർത്തമാനത്തിൻ്റെ ഇടയിലുണ്ടായ വീഴലാണോ എന്നറിയില്ല. വീണു. കാരണം ഞങ്ങൾക്ക് ഇവിടെ നോക്കണം അവിടെ നോക്കണം, രണ്ടും പാടെ ഒരിടത്ത് ഒരാൾക്ക് തലയടിച്ച് വീണത് നെറ്റിയാണ് ഇടിച്ച് വീണത്. അത് ഇവിടെ കണ്ടുപോലെ പറഞ്ഞത് നെറ്റി അടിച്ചിട്ടാണ് വീണത്. ആ വീണത് പിന്നെ അങ്ങനെ കമന്നാണ് വീണത്. ആ കമന്ന വീക്കലിൽ പിന്നെ നീച്ചിട്ടില്ല. അപ്പം തന്നെ ഈ നിസാമുദ്ദീനെ എന്താ നിങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കായിരുന്നത്? നിസാമുദ്ദീൻ ആ സ്പോട്ടിൽ ഹോസ്പിറ്റലിൽ എത്താറുണ്ട്. ഈ നാട്ടിൽ അത്രത്തോളം ക്രിമിനലായിട്ടുള്ള ഒരു വ്യക്തി ഈ നാട്ടിൽ വേറല്ല. കാരണം എനിക്ക് എൻ്റെ കുട്ടികൾ വളർന്നു വരുന്നുണ്ട്, അവരെ നോക്കണ്ടേ. അവർ ഇതേ മാർഗത്തേക്ക് ഇവനാണ് കൊണ്ടുപോവുക. അപ്പോൾ അതുകൊണ്ട് ഇവൻ പോയാലുള്ള ആ മാർഗം ഇവിടെ നശിച്ച, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൊണ്ടുപോയില്ല. വൈരാഗ്യം അവന് മുമ്പ് കഞ്ചാവ് വിറ്റ സ്ഥലത്ത് കുട്ടികൾ ഉപയോഗിക്കണം കണ്ടിട്ട് ഇവിടെ വിൽക്കണ്ട എന്ന് പറഞ്ഞയച്ചതിലെ വൈരാഗ്യം, ഇത്രേ ഉള്ളൂ. ഈ നിസാമുദ്ദീനെതിരെ കാപ്പ ചുമത്തുകയും മറ്റെന്തൊക്കെ കേസുണ്ടായിരുന്നത്? ഒരു പോലീസിനെ കുത്തിയൊരു കേസുണ്ട്. പെരിന്തൽമണ്ണ സ്റ്റേഷനിലെ പോലീസുകാരനെ കുത്തിയ കേസുണ്ട്. എൻ്റെ കൂട്ടുകാരനെ ഇവിടെ കത്തി കൊണ്ട് കുത്തിയിട്ട് നല്ല ഡേഞ്ചർ മുറിയായൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ ചോദിക്കാൻ വരുന്ന പോലെ മുഴുവൻ ആക്രമിക്കണ ഒരു കേസുകൾ പിന്നെ ഒരുപാടുണ്ട്. ജയിലിൽ കിടന്നിട്ട് ഒരുപാട് തവണ ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്തായാലും ഈ നിസാമുദ്ദീൻ എന്ന വ്യക്തിയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിലാണ് ഉള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ ഇന്ന് തന്നെ ഉണ്ടാകും. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് ഇസ്മൽ.